വളരെ സങ്കീർണമായ ഒരു വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ കേരളം ചർച്ച ചെയ്തെങ്കിലും ഒരു കാരണവശാലും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കടന്നു പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ ചരിത്രമൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തിൻ്റെ പുറകിൽ ആരാണ്? ഒരു സുപ്രഭാതത്തിൽ മുഹമ്മദ് അലി ജിന്നയുടെ കോലവും എടുത്തുകൊണ്ട് കത്തിക്കാൻ വന്നതല്ല യുവമോർച്ച. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ വന്ദേ മാതരത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആ വന്ദേ മാതരം മുഴുവനായി പാടാതിരിക്കുവാൻ പ്രമേയം പാസാക്കിയ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ. അത് മുഹമ്മദ് അലി ജിന്ന നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗായിരുന്നു. 1905 മുതൽ 1937 വരെ, 1905 മുസ്ലിം ലീഗ് രൂപപ്പെട്ടു, 1937 വരെ ഈ ഗാനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ ഇത് ആലപിച്ചിരുന്നു. വിഭജനത്തിൻ്റെ കാലം തൊട്ട് ഇന്ത്യയെ വിഭജിക്കണമെന്നുള്ള വിഘടനവാദത്തിൻ്റെ കാലം ആരംഭിച്ചപ്പോൾ മുതൽ മുഹമ്മദ് അലി ജിന്നയുടെ തീരുമാനപ്രകാരമാണ് അന്ന് കോൺഗ്രസ് ഈ തീരുമാനത്തിന് വഴങ്ങിക്കൊടുത്തത്. ഇന്ന് ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജം കൊടുത്ത വന്ദേ മാതരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഇന്ത്യൻ പാർലമെൻ്റ് എടുത്ത തീരുമാനത്തെ പോലും അംഗീകരിക്കുവാതെ ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരിൽ നിലനിൽക്കുന്ന കർണാടകയും തെലങ്കാനയും, എന്തിന് ഇപ്പോൾ ഇവിടെ മനു പ്രസാദ് സൂചിപ്പിച്ച പോലെ കാശ്മീരിൽ പോലും ഇന്ത്യയുടെ പതാക ഉയർത്താൻ കഴിയാത്ത, ദേശീയഗാനം പാടാൻ കഴിയാത്ത കാശ്മീരിൽ പോലും ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ദേ മാതരം പാടിയപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ അത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയുടെ പിന്മുറക്കാരായ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി കീഴടങ്ങി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ പ്രശ്നമാണ്. ഇത് കേരള സംസ്ഥാനത്തെ വിഘടനവാദത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാടിയില്ലെങ്കിലും കേരളത്തിലുടനീളം 15,000 കേന്ദ്രങ്ങളിൽ ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ഗാനവും അതുപോലെ വന്ദേ മാതരവും പാടി. മുഖ്യമന്ത്രിയുടെ ഒന്നേ പറയാനുള്ളൂ, ഈ നാടിന് കാവലായി ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം, ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം നിങ്ങൾ പറയുന്ന ഈ വിഘടനവാദം ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച യുവമോർച്ചയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.